कश्मीर कब आई हो? ये हिंदी नहीं जानती? ये तुमको किसने बताया कि मुझे हिंदी नहीं आती? मैं झूठ बोलता हूँ। मैं हिंदी, पंजाबी, उर्दू सब जबान जानती हूँ, लेकिन मैं ये नहीं जानती कि मैं यहाँ किस लिए आई थी। बेटी, तुम्हारा नाम क्या है? क्यों? बैठो 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 बैठो। नहीं, श्रीदेवी, श्रीदेवी मुझे छोड़ दो। പറയുന്ന കേൾക്ക് ശ്രീദേവി. मुझे छोड़ പറയുന്ന दो। കേൾക്ക് ശ്രീദേവി. मुझे छोड़ दो। नहीं, ശ്രീദേവി പറയുന്ന കേൾക്ക് ശ്രീദേവി. മോളെ अमर सिंह, वो लड़की पागल लगती है। पागल जैसी लगती है। ഭ്രാന്തോ? ആർക്കാണ് ഭ്രാന്ത്? ചുപ്പിലട സാബ് കേട്ട രണ്ടെണ്ണത്തിന് മൊന്ത അടിച്ച് ഷേപ്പ് മാറ്റിക്കളി, പണ്ടാർ അടങ്ങിപ്പോവും. കാണിക്കലട പാകലന്വേഷിച്ച് നടക്കണ്. ഞാൻ വിശ്വസിക്കില്ല. ഈ ലോകം അവളുടെ നാട്യമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. രാജേന്ദ്രൻ കാശ്മീരിലേക്ക് പുറപ്പെടുമ്പോഴേ അവൾ തടസ്സം പറഞ്ഞിരുന്നു. അത് വിമാനത്തിൽ കയറുള്ള ഭയം കൊണ്ടാണെന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോ അവളുടെ മട്ടുമാറി സ്വഭാവം മാറി. ഡോക്ടർ പറഞ്ഞ നീ മനസ്സിലാക്കാത്തത് ശ്രീദേവിക്ക് മെന്റൽ ഷോക്ക് ആണെന്ന്. മെന്റൽ ഷോക്കുള്ളവർ അറിയാത്ത ഭാഷ സംസാരിക്കുന്നത് എങ്ങനെ? അമ്മ കേട്ടില്ലേ ഡോക്ടറോട് അവൾ ഹിന്ദി സംസാരിച്ചത്? നാട്ടിൽ നിന്ന് അവൾ പുറത്തു പോയിട്ടില്ലെന്ന് പറയുന്നു. എന്നിട്ട് ഇവിടുത്തെ താല്പര്യമാണെന്ന് മനസ്സിലാക്കി. എനിക്കതറിയണം. നീ എവിടെ പോകുന്നു? ഡോക്ടർ സിംഗിനെ കാണാൻ. രാജേന്ദ്രൻ, നമുക്ക് ഡോക്ടർ ഇങ്ങോട്ട് വേണ്ട. എനിക്ക് അവിടെ തനി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വരൂ. രാജേട്ടനെ എവിടേക്കാ പോയത്? മോളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? രാജേന്ദ്രൻ ഇപ്പൊ വരും. തനിച്ച് മുറിയിലിരുന്നപ്പോ എനിക്കെന്തോ. നിനക്ക് ക്ഷീണം തോന്നുന്നില്ലെങ്കിൽ നമുക്ക് അല്പം നടക്കാം. വരൂ. മോളെ, അറ്റുപോയൊരു ബന്ധം വിളക്കിയെടുക്കലാണ് നിന്റെയും രാജേന്ദ്രന്റെയും വിവാഹം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രീദേവിക്ക് അറിയാമല്ലോ, നിന്റെ അച്ഛൻ എന്റെ കൂട്ടുകാരനായിരുന്നു. അറിയാം. ആ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നോട് സത്യം പറയൂ, ശ്രീദേവി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? അമ്മവാ, ഞാൻ ഇവിടെ മുമ്പ് എന്താണ് അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല. എന്റെ ഒരു സംശയം. ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടില്ല അമ്മവ. സത്യമായിട്ടും വന്നിട്ടില്ല ഇവിടെ. ഞാൻ അത് വിശ്വസിക്കുന്നു മോളെ. വരൂ.
अरे घबराओ नहीं भाई, वो हमारी बिल्ली है। बिल्ली चेतन है? हाँ। अच्छा सुनिए, तुम जाओ अच्छा सर। जाओ जाओ। നീ ഡോക്ടറെ കണ്ടോ? എന്ത് പറഞ്ഞു? ഭ്രാന്താണെന്ന് പറഞ്ഞില്ല, പഴയ ഓർമ്മകൾ അവളുടെ സബ് കോൺഷ്യസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതെന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ലെന്നും പറഞ്ഞു. ഈ നിലയ്ക്ക് ഞങ്ങളോട് താമസിക്കുന്നതിന് അർത്ഥമില്ല. ഞങ്ങൾക്ക് തിരിച്ചു നാട്ടിൽ പോകണം. രാജേന്ദ്രൻ, ഡോക്ടർ സിംഗ് ഒരു നല്ല സൈക്യാട്രിസ്റ്റ് ആണ്. നല്ല ഡോക്ടർമാർ നാട്ടിലും കാണുമല്ലോ. ഭ്രാന്താശുപത്രികളും. ചികിത്സ അവിടെ വെച്ചാവാം. രണ്ട് കാരണം കൊണ്ട് അത് പാടില്ല. ഡോക്ടർ സിംഗ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ശ്രീദേവിയുടെ അസുഖം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. അത് കണ്ടെത്താൻ അവൾ ഇവിടെ തന്നെ താമസിക്കണം. രണ്ടാമത്, നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു ചെറിയ മാനസിക വിഭ്രാന്തി വന്നാൽ ഭ്രാന്താണെന്ന് വ്യാഖ്യാനിക്കും. അത്തരം രോഗികളോട് ആർക്കും ഒരു സഹതാപവും കാണില്ല. അവരെ ശാപമായി കരുതും. അവർ ജനിച്ച വീടും കുടുംബവും ഒറ്റപ്പെടും. എനിക്കത് പ്രശ്നമല്ല. നിന്റെ അനിയത്തിയുടെ ഭാവിയെ അത് ബാധിക്കില്ലേ? ഭ്രാന്തന്മാരുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പലരും മടിക്കും. ശ്രീദേവി എന്റെ കുടുംബത്തിലെയല്ല. അവൾ എനിക്ക് ഭ്രാന്താണോ? പറയൂ, എനിക്ക് ഭ്രാന്താണോ? കരയരുത് ശ്രീദേവി, ഇരിക്കും. നിനക്കൊരസുഖവും ഇല്ല. ഇരിക്കും. നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടു. അതിനു മുൻപ് അമ്മാവൻ എന്നോട് പലതും ചോദിച്ചു. ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്, ഞാൻ ഈ നാട്ടുകാരുടെ ഭാഷ സംസാരിച്ചു എന്ന്. ശരിയാണ്. നീ എങ്ങനെ ഇതെല്ലാം പഠിച്ചു? എനിക്കറിയില്ല. എന്നെ വിശ്വസിക്കൂ രാജേട്ടാ, എനിക്കൊന്നും അറിയില്ല. ഇന്നലെ രാത്രി നീ ഉറക്കെ കരഞ്ഞു ഓർക്കുന്നുണ്ടോ? അപ്പോ നീ ഒരാളുടെ പേര് വിളിച്ചിരുന്നു, ജബ്ബാർ. ആരാണ്? ജബ്ബാർ? എനിക്കറിയില്ല. ചേട്ടനും എന്നെ സംശയമാണ്. ശ്രീദേവി,
തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. നിനക്കും ഒരബദ്ധം പറ്റിക്കൂടെയില്ലല്ലോ. അതെത്ര വലുതായാലും ഞാൻ ക്ഷമിക്കും. എന്നാൽ സത്യം എനിക്കറിയണം. സത്യം? നീ മറ്റാരെയെങ്കിലും സ്നേഹിച്ചിരുന്നു? എന്നെ വിവാഹം കഴിക്കാൻ നിനക്കിഷ്ടമായിരുന്നില്ലേ? രാജേട്ടാ, എന്നോടിങ്ങനെ ചോദിച്ചിട്ടോ? ചെറുപ്പം മുതൽ ചേട്ടനെ ആരാധിച്ചോളാണ് ഞാൻ. നമ്മുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ എല്ലാം നേടിയെന്ന് അഹങ്കരിച്ചവളാണ് ഞാൻ. എന്നിട്ടും എന്നെ സംശയിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറയൂ. ശ്രീദേവി കരയുന്നു. ഊണ് വിളമ്പി വെച്ചിട്ടുണ്ട്. അവര് കഴിച്ചില്ലേ? വേണ്ടാന്ന് പറഞ്ഞു രണ്ടാളും. സാറിന് വേണ്ട. പിന്നെ ഇത് ആർക്ക് വേണ്ടി വെച്ചുണ്ടാക്കിയത്? ആര് തിന്നാനാ? അല്ല, കുറച്ച് സൂപ്പെങ്കിലും.
साबी तुम किसको ढूंढ रही हो? साबी को वो मेरे किस्से लेके चली गई कहाँ गई? उस पर साबी वहीं रहते हैं हाँ, अब क्या करोगे? चलो वापस चलो। नहीं मैं नहीं जाऊंगी बेटी मत जाओ। नहीं मैं तैर के जाऊंगी बेटी, मुझे छोड़ दो बेटी, छोड़ दो बेटी, मुझे आओ बेटी। मुझे मेरी छोड़ बात दो सुनो। हाँ, कोई नहीं। डॉक्टर नायर, ये कुछ लेक विलेज, कोई साबिरा और किसी जवान खान के बारे जिक्र कर रही थी। यू डू वन थिंग, बेटर यू गो टू लेक विलेज एंड फाइंड आउट हु इज दिस साबिरा एंड जवार खान. Then only we can decide about it. ശ്രീദേവി, ഇനിയെങ്കിലും സത്യം പറയൂ. ഇന്നലെ നീ എവിടെയാണ് പോയത്? ഞാൻ ഇന്നലെ രാത്രി എന്നെ ഉറക്കിക്കിടത്തിയിട്ട് നീ ഈ വീട് വിട്ടവിടെ പോയെന്ന്. എനിക്കറിയില്ല രാജേട്ടാ എന്നും നീ നടിച്ചതല്ലേ? ഞങ്ങളെ കണ്ടപ്പോൾ തടാകത്തിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങി നീ ഒരു നാടകം അഭിനയിക്കായിരുന്നില്ലേ? നീ ആരെ അന്വേഷിക്കാൻ പോയത് എനിക്കറിയണം. പറ. എന്റെ ദൈവമേ എനിക്കറിയില്ല നിനക്കറിയില്ലേ? ഇല്ല ഇല്ല രാജേന്ദ്ര,